ഒന്നും പറയണ്ട ചേച്ചി. അന്ന് നമ്മൾ കണ്ടതിന് ശേഷം പിന്നെ ഫുള്ള് പ്രശ്നങ്ങളാണ്. അയ്യോ എന്തു പറ്റി സാർ? എത്രയും പെട്ടെന്ന് കാശ് കൊണ്ട് തിരിച്ചു കൊടുത്തിട്ടോ. സാർ ഇത് വാങ്ങണം. ഇതെന്താ? അതാണ് ധനമാൻ യന്ത്രം. വെറുതെ ഏതെങ്കിലും ഒരു മൂലയിലും കണ്ട് കൊണ്ടുവെക്കുക. അവിടെ ഇരുന്നവൻ സാറിൻ്റെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്ത് റെഡിയാണ്. സാറിന് നല്ലവർ തന്നെ. അയ്യോ എന്താണെന്നറിയില്ല, ബിസിനസ് ആകെ മോശം അവസ്ഥയിലായി. 3 കാറുണ്ടായിരുന്നത് 2 വിറ്റു. വീടിന് ജപ്തി ഭീഷണി. ഒരു വാടക വീട്ടിലേക്ക് മാറേണ്ട അവസ്ഥ വന്നു. എന്നിട്ടും രക്ഷപ്പെട്ട് വന്നത് എങ്ങനെയെന്നറിയൂ? പ്രതികാരം ചെയ്യാനാണോ സാർ? DIG തന്ന ആ ധനുമാൻ യന്ത്രം. രക്ഷപ്പെടാനായിരുന്നു ഞാൻ സാറിനെ തന്നത്. അതുണ്ടായിരുന്നു കൊണ്ടാ DIG പിടിച്ചു നിന്നത്. അയ്യോ പിന്നെ എൻ്റെ കഷ്ടകാലത്തിന് വീട്ടിൽ കള്ളനും കയറി. സ്വാഭാവികം. ആ കള്ളം കൊണ്ടുപോയ സാധനങ്ങളുടെ കൂട്ടത്തിൽ ആ യന്ത്രം ഉണ്ടായിരുന്നു. അയ്യോ കള്ളം നശിച്ചു. അതെ, ദുഷ്ടൻ. അങ്ങനെ അതോടെ എൻ്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. പിന്നെ ഒരുവിധം കഷ്ടപ്പെട്ടാണ് വീടും കാറും എല്ലാം തിരിച്ചു പിടിച്ചത്. അങ്ങനെ അതൊക്കെ പോട്ടെ, ദീപുനെതിരെ കാശ് ഞാൻ പറഞ്ഞു വന്ന പോലെ എൻ്റെ കൂട്ടുകാരൻ മരണശയ്യയിലാണ്. ഓ, ഡോക്ടർമാരൊക്കെ പലതവണ കൈവിട്ടിട്ടും അവൻ പ്രതീക്ഷ കൈവിട്ടിട്ട് ഇന്ന് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് മൂക്കിൽ കൂടെ 2 മൂക്കിൽ കൂടെയും ട്യൂബ് ഇട്ടവൻ ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല സാർ. അപ്പം ഞാൻ തീരുമാനിച്ചു കാശും കൊണ്ടേ ഞാൻ തിരിച്ചു പോകുള്ളൂ. ആട്ടെ, എത്ര രൂപയാണ് വേണ്ടത്? ജസ്റ്റ് ഒരു 20,000 ബഗ്സ് മതി സാർ. 20,000 ഒരു ഓപ്പറേഷനോ? അല്ല, മൊത്തം 2,20,000 ആണ്. 2 ലക്ഷം സെറ്റായി. ഇനി 20,000 കിട്ടിയാൽ ഓക്കെ. പൈസ ഞാൻ തരാം. അല്ല, വെറുതെ വേണ്ട കേട്ടോ. ഞാൻ അന്ന് പറഞ്ഞ സ്ക്രിപ്റ്റിൻ്റെ അഡ്വാൻസ് ആയിട്ട് തന്നാൽ മതി സാർ. അതിന് സ്ക്രിപ്റ്റ് റെഡിയായി? സ്ക്രിപ്റ്റ് റെഡി ആയിട്ടില്ല. റെഡി ആവുന്നതിന് മുമ്പ് തരുന്നുള്ള അഡ്വാൻസ്. അങ്ങനെയല്ലേ? തന്നെ സഹായിക്കാൻ എനിക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. പക്ഷേ DIG ഒരു സഹായം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ സഹായിക്കും. ആളുകളെ സഹായിക്കുന്നതിൽ DIG തോൽപ്പിക്കാൻ എനിക്കാവില്ലല്ലോ. DIG തോൽപ്പിക്കാനാവില്ല. അല്ല ചേച്ചി, ഈ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ആരെങ്കിലും ഒന്ന് വിളിച്ചു ചോദിച്ചൂടെ? അത് ചെറിയൊരു എമൗണ്ടിൻ്റെ കാര്യമല്ലേ? ഹലോ. അതിന് 2 പ്രശ്നങ്ങളുണ്ട്. എന്താണ്? എനിക്ക് ഫ്രണ്ട്സ് ഇല്ല. പിന്നെ രണ്ടാമത്തത്, പഴയ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരുടെ ആരും നമ്പർ ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഈ വീട്ടിലാരൊക്കെ ഉള്ളത്? അയ്യോ കരയല്ലേ? എന്തിനാ കരയണ? കരയാനുള്ളത് കരഞ്ഞു തീർക്കട്ടെ. അത് ഇപ്പൊ തന്നെ തീർക്കണോ? ഞാൻ പോയിട്ട് സമയം ഉണ്ടാവൂലേ? സമയം അതാണ് പ്രശ്നം. ബിസിനസ്സിന് വേണ്ടി ഞാൻ 1 വർഷം, അത് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. എൻ്റെ അച്ഛൻ എൻ്റെ പേരിൽ ഇട്ടിരുന്ന 20 ലക്ഷം രൂപ അത് ഞാൻ ഇങ്ങെടുത്തു. അത് തെറ്റാണോ? അല്ല, അതിനൊരു 270 രൂപ എടുത്ത് തരുമോ? അത് തീർന്നു. എങ്ങനെ ബിസിനസ് ചെയ്ത് ഇപ്പം ഞാൻ ചോദിച്ചപ്പോഴുണ്ടല്ലോ, എനിക്ക് വെച്ചതെല്ലാം കൂടെ അവൻ കൊശവനെടുത്ത് കൊടുത്തു. ആർക്ക്? എൻ്റെ അനിയൻ ബെന്നിക്ക്. ഓ, ഇപ്പം ആരോട് ചോദിച്ചാൽ പൈസ കിട്ടും? മൈ ഹസ്ബൻഡ്. പുള്ളി എവിടെ ഉണ്ട്? എനിക്കറിയില്ല. അതെന്താ നിങ്ങൾക്ക് അറിയാത്തത്? ഒരാൾ ഒരു സമയം എവിടെ ഉള്ളതെന്ന് അറിയാൻ പറ്റുമോ? അല്ല, സാമിൻ്റെ പ്രിയപ്പെട്ട ഒരാൾ. ആരാ? ഇപ്പം DIG. ഇപ്പം എവിടെ ഉള്ളതെന്ന് അറിയാൻ പറ്റുമോ? ആ വീട്ടിൽ തന്നെയാണ്, അതിനോറ് പണിയൊന്നുമില്ല. അതുപോലൊന്നുമില്ല എൻ്റെ ഹസ്ബൻഡ്. ആളിന് നല്ല ജോലി, നല്ല വരുമാനം എല്ലാം ഉണ്ടായിരുന്നു ഞാൻ ബിസിനസ് ചെയ്യുന്നതിന് മുമ്പ് വരെ. ഈ ലൈഫ് പാർട്ണർ ആകുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ വേണം. അത് ആളിനില്ല. ഒരു ബിസിനസ്സൊക്കെ ആകുമ്പം പൈസയൊക്കെ പോവില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, പോയത് നമുക്ക് തിരിച്ചു പിടിക്കാമെന്ന്. എന്നിട്ട് പക്ഷേ വേറെ ബിസിനസ് ചെയ്യാൻ പറ്റണ്ടേ? മൊത്തത്തിൽ കുഴപ്പമാണല്ലേ? അങ്ങനെ പറയുമ്പോൾ കുഴപ്പമൊന്നുമില്ല. പൈസ പോയപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യമായി. അപ്പോൾ എനിക്കും ദേഷ്യമായി. അങ്ങനെയൊക്കെ ഈ വട്ടുപിടിക്കുമ്പോഴുണ്ടല്ലോ, എപ്പോഴും ഒരു കുപ്പി നോക്കി എപ്പോഴും സംസാരിക്കും. അപ്പോഴെനിക്ക് ദേഷ്യം വന്ന് ഞാൻ ആ കുപ്പി തല്ലി പൊട്ടിച്ച്. അതിനകത്തുനിന്ന് എന്തോ ഒരു പൊടിയൊക്കെ വന്ന്. അപ്പോഴാണ് പറയുന്നത് അത് അച്ഛൻ്റെ ചിതാഭസ്മം എന്തോ ആണെന്ന്. അപ്പോൾ പിന്നെ അത് നേരത്തെ ഒന്ന് പറയണ്ടേ? അലറിക്കൊണ്ടാണ് പറയുന്നത്. എനിക്ക് ദേഷ്യം വന്ന് ഞാൻ അതിനകത്ത് കുറച്ച് വെള്ളം കുരിച്ചു.
എന്താ ചേട്ടാ ഇതുവല്ല നടക്കൂ? എടാ പുല്ലേ, ഒരെണ്ണം വെച്ച് തന്നാലുണ്ടല്ലോ, ഇത് ഞാൻ മേടിച്ചു വെച്ച പണിയാണല്ലോ. അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞല്ലേ ചേട്ടാ, ഞാൻ ചേട്ടൻ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ നോക്കുമായിരുന്നു. ശരി, ഇതല്ലേ മോട്ടിവേഷൻ? വിഷം കെട്ടല്ലേ വേണ്ട. ഇത് നടക്കുന്നില്ല. അവി, ആ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താണ് ചെക്കൻ വീണ്ടും മൊബൈൽ കളി തുടങ്ങിയ? അതല്ല, പിന്നെ നിതിന് നന്നായിട്ട് ഫോട്ടോഷോപ്പ് അറിയാം. അവന്റെ അടുത്ത് പറഞ്ഞാൽ അവൻ ഹെൽപ്പ് ചെയ്യും. ഹെൽപ്പാ? മോളെ അവനോട് പണിയെടുക്കാൻ തന്നെയല്ലേ വന്നത്? ആ, പക്ഷെ ജോലി എന്നൊക്കെ പറഞ്ഞാൽ അവ ഉഴപ്പും. അടിപൊളി. ഞാനിപ്പോ ഹെൽപ്പായിട്ട് പോയി ചോദിക്കണമായിരിക്കും അല്ലേ? കൂട്ടുകാരൻ നല്ല ഒത്തുകളിയാണല്ലോ. ഇങ്ങനെ തന്നെ വേണം കേട്ടാ. അല്ല, ഞാൻ ശരിക്കും നിക്ക്, ഞാൻ വരാം. എവിടെ നിതിൻ മോൻ? അതെ, അങ്ങനെ ഏത് നേരം ഒന്നും വർക്ക് ചെയ്യണമെന്നില്ല. ഇടയ്ക്കൊക്കെ റെസ്റ്റ് എടുക്ക്. നമുക്കിവിടെ നല്ല അന്തരീക്ഷമൊക്കെ അല്ലേ? അല്ല വേണ്ട, ഒന്നും പറയണ്ട, എനിക്കറിയാം. വിനോദേണ്ണ എന്തെങ്കിലും തെറ്റില്ലല്ലോ. ഒന്നും കാണാതെ വിനോദേണ്ണ നിന്ന് എടുക്കില്ലല്ലോ. നിനക്ക് ഫോട്ടോഷോപ്പ് ഒക്കെ നന്നായിട്ട് അറിയാല്ലേ? കുറച്ചൊക്കെ. ഇവിടെ വന്നേ, ഒരു പണിയുണ്ട്. വാ വാ, ഇവിടെ വായോ. ഇവിടെ ഇരുന്നേ. എന്നിട്ട് ഈ ഫോട്ടോ ഒന്ന് വർക്ക് ചെയ്യ്. എന്താ പറഞ്ഞു കൊടുക്കും? ഓക്കെ ഹാ, പറയടാ. അളിയാവി, ഞാനൊരു കാര്യം ചോദിക്കാൻ വിളിച്ചോടാ. പറ അളിയാ. എന്തായി പണി തീർന്ന? ഇല്ല, എന്തേ? എടാ, നമുക്ക് ട്രിപ്പ് പോണ്ടേ? വേഗം പണി എടുത്തിട്ടേ വരാവുള്ളൂ ട്ടാ. നിന്റെ പണിയൊക്കെ കഴിഞ്ഞാടാ കൂട്ടുകാരാ. പിന്നെ ഐ എം വെയിറ്റിംഗ്.